കൊല്ലത്ത് കാറിടിച്ച് സൈക്കിൾ യാത്രക്കാരൻ മരിച്ചത് കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തൽ. BSNL റിട്ടയർഡ് ഡിവിഷണൽ എഞ്ചിനീയർ C പാപ്പച്ചനാണ് കൊല്ലപ്പെട്ടത്. നിക്ഷേപം തട്ടിയെടുക്കാൻ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ മാനേജറായ സരിതയും കൂട്ടാളികളും ചേർന്ന് കാറിടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അരുൺ രാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, എന്താണ് ഈ സംഭവത്തെപ്പറ്റി പോലീസ് പറയുന്നത്? ഈ 26-നാണ് കൊല്ലം ആശ്രമ മൈതാനത്ത് സൈക്കിൾ യാത്രികനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയതായി ആ ഒരു വിവരം പോലീസ് ലഭിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഭവസ്ഥലത്തെത്തുകയും ഈ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് ഈ പ്രതികൾ മദ്യലഹരിയിലായിരുന്നു. തുടർന്ന് ഈ മദ്യലഹരിയിലായിരുന്നു ഈ സംഭവം നടന്നത് എന്നതായിരുന്നു പ്രതികൾ പോലീസിനോട് നൽകിയ മൊഴി. പിന്നീട് പോലീസിന് ഈ സംശയം തോന്നുന്നത് ബന്ധുക്കൾ ഉന്നയിച്ച ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈ മരിച്ച പാപ്പച്ചന്റെ അക്കൗണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപ ഈ വിഡ്രോ ചെയ്തതായി കാണിക്കുന്നുണ്ട്. അത് മുത്തൂറ്റ് ശാഖയിൽ നിന്നാണ് വിഡ്രോ ചെയ്തത്. അത് എങ്ങനെ ഉണ്ടായി എന്ന സംശയമാണ് ബന്ധുക്കൾ പോലീസിന് മുമ്പാകെ ഉന്നയിച്ചത്. തുടർന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം പോലീസ് നടത്തിയ ഘട്ടത്തിലാണ് ബാങ്ക് ജീവനക്കാരിയായ സരിത ഇക്കാര്യത്തിൽ ഇടപെട്ടതായി പോലീസ് മനസ്സിലാക്കുന്നത്. പോലീസ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടന്നു. സരിതയും സുഹൃത്ത് അനൂപും ചേർന്ന് ഈ 40 ലക്ഷം രൂപ ഈ പാപ്പച്ചൻ റിയാദ് അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുകയാണ് ചെയ്തത്. ലോൺ മുഖാന്തരമാണ് ഈ പണമിടപാട് നടന്നിരിക്കുന്നത്. പക്ഷേ അത്തരം ലോൺ എടുക്കേണ്ട സാഹചര്യം പാപ്പച്ചനില്ല എന്ന് ബന്ധുക്കൾ വ്യക്തമാക്കിയതോടെ ഇതിനെ തുടർന്നുള്ള അന്വേഷണത്തിലേക്ക് പോവുകയായിരുന്നു. പിന്നാലെ പ്രതികൾ ഒളിവിലേക്കും പോയി. പോലീസ് പിന്നീട് CCTV ദൃശ്യങ്ങളാണ് ശേഖരിച്ചത്. തുടർന്ന് ഒരു 100 കണക്കിന് CCTV ദൃശ്യങ്ങൾ പോലീസിന്റെ പക്കലേക്ക് എത്തി. ഈ പ്രതികളുമായി ബന്ധപ്പെട്ട് സംശയിക്കുന്നവരുടെ കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിച്ചു. അന്ന് വാഹനമിടിച്ച അല്ലെങ്കിൽ ആ കാർ ഓടിച്ചിരുന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് അയാൾ നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയാണെന്ന് പോലീസ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അയാളെ ക്ലോസ്ഡ് മോണിറ്ററിംഗ് വെച്ചുകൊണ്ടാണ് പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണം. അങ്ങനെ ഈസ്റ്റ് പോലീസ് ഒരു 1.5 മാസക്കാലം നീണ്ടുനിന്ന അന്വേഷണത്തിനൊടുവിലാണ് ഇവർക്ക് ഒരു കൊട്ടേഷനാണ് ലഭിച്ചത് എന്ന് പോലീസ് മനസ്സിലാക്കുന്നത്. അത് മുത്തൂറ്റ് ബാങ്കിൽ നിന്ന് ലഭിച്ച കൊട്ടേഷനാണ്. അത് മുത്തൂറ്റ് ബാങ്കിലെ ജീവനക്കാരിയായ സരിതയാണ് ഈ കൊട്ടേഷൻ നൽകിയതെന്ന് കൂടി പോലീസ് മനസ്സിലാക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അനൂപാണ്. അനൂപിന്റെ ഒരു ഫോൺ കോൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലാണ് സരിതയെ കൂടി ഇതിന്റെ സർവൈലൻസിലേക്ക് പോലീസ് എത്തിക്കുന്നത്. ഈ കൊട്ടേഷൻ നൽകാനുള്ള കാരണമായി പറയുന്നത് ഈ പാപ്പച്ചന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 76 ലക്ഷം രൂപ കണ്ണുവെച്ചുകൊണ്ടാണ് ഈ പ്രതികൾ ഈ പദ്ധതി നടപ്പാക്കിയത് എന്നുള്ളതാണ്. പക്ഷേ ആദ്യം കൊട്ടേഷൻ നൽകിയ സമയത്ത് നൽകിയ തുകയേക്കാൾ പിന്നീട് പ്രതികൾ ഈ കൊട്ടേഷൻ നൽകി ഈ വാഹനം ഇടിപ്പിച്ച പ്രതികൾ കൂടുതൽ തുക ഈ സരിതയോടും അനൂപിനോടും ആവശ്യപ്പെട്ടു. അങ്ങനെ ഒടുവിൽ 18 ലക്ഷം രൂപ വരെ ഈ വാഹനം ഇടിപ്പിച്ച പ്രതികൾക്ക് ഈ സരിതയ്ക്കും അനൂപിനും കൂടി നൽകേണ്ട സാഹചര്യം അടക്കം ഉണ്ടാവുകയും ചെയ്തു. ഇന്നലെ അനൂപിനെ കസ്റ്റഡിയിലെടുക്കുകയും അനൂപിനെ ചോദ്യം ചെയ്യുകയും അനൂപിന്റെ ഫോണിൽ നിന്ന് സരിതയെ വിളിച്ചപ്പോഴാണ് സരിത തിരുവനന്തപുരം പേരുക്കടയിലുള്ള ഭർത്താവിന്റെ വീട്ടിലാണെന്ന് മനസ്സിലാക്കുന്നത്. തുടർന്ന് ഈസ്റ്റ് പോലീസും അടക്കമുള്ള സംഘം അവിടെ എത്തി ഈ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇപ്പോൾ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഈ പ്രതികൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം ഇവരെ കോടതിയിലേക്ക് മാറ്റും. പോലീസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ നീണ്ട നാളത്തെ പരിശ്രമത്തിനൊടുവിൽ ഒരു വലിയ ഗൂഢാലോചന ഈ കേസിലുണ്ട്. വലിയ ഒരു ക്രിമിനൽ ബുദ്ധി തന്നെ ഈ കേസിന് മുന്നിൽ പ്രയോഗിച്ചു എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. സാമ്പത്തികം മാത്രമായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്ന് കൂടി പോലീസ് വ്യക്തമാക്കുന്നു. 5 പേരാണ് ഈ കേസിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അരുൺ രാജ്, പാപ്പച്ചനുമായി സരിതയ്ക്ക് പരിചയമുണ്ടോ? എങ്ങനെയായിരുന്നു ഈ ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ചുള്ള തട്ടിപ്പ് നടത്താൻ ഇവർക്ക് കഴിഞ്ഞത്? വേണു, അതാണ് ഏറ്റവും രസകരമായ കാരണം. ഈ BSNL നിന്ന് ഡിവിഷണൽ എഞ്ചിനീയറായി വിരമിക്കുകയാണ് പാപ്പച്ചൻ. ഈ വിരമിച്ച ഘട്ടത്തിൽ ലഭിച്ച 80 ലക്ഷം രൂപ അതാണ് ഈ മുത്തൂറ്റിലേക്ക് കൊണ്ട് നിക്ഷേപിക്കാൻ പാപ്പച്ചൻ തയ്യാറാകുന്നത്. അങ്ങനെ നിക്ഷേപിച്ച ഘട്ടത്തിലാണ് സരിതയുമായുള്ള ഒരു സൗഹൃദം തുടങ്ങുന്നത്. പക്ഷേ ആ പണം നിക്ഷേപിക്കുന്നതിനപ്പുറമുള്ള സൗഹൃദം ഈ മാനേജറുമായി പാപ്പച്ചൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പണം നിക്ഷേപിച്ച ഘട്ടത്തിൽ ഈ പാപ്പച്ചന് മറ്റു ബന്ധുക്കളില്ല, മറ്റു പേർ അധികമായി സഹകരിക്കുന്ന വ്യക്തിയല്ല എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് പാപ്പച്ചനെ പറ്റിക്കാൻ അല്ലെങ്കിൽ പാപ്പച്ചനിൽ നിന്ന് പണം അടിച്ചു മാറ്റാനുള്ള പദ്ധതി സരിത തയ്യാറാക്കുന്നത്. സരിതയും ആ മുത്തൂറ്റിലെ തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥൻ കൂടിയായ അനൂപും ചേർന്നാണ് ഈ പദ്ധതി നടപ്പാക്കുകയും പാപ്പച്ചന്റെ അക്കൗണ്ടിൽ നിന്ന് ആദ്യഘട്ടത്തിൽ 40 ലക്ഷം രൂപ കൈക്കലാക്കുകയും ചെയ്യുന്നത്. പിന്നീട് ഈ ബാങ്കിന്റെ തന്നെ ഓഡിറ്റിംഗിൽ ഇത് കണ്ടെത്തുകയും പാപ്പച്ചന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ പണം തിരിച്ചടയ്ക്കാനടക്കം ഈ പ്രതികളോട് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഇതിനിടയിലും വീണ്ടും പാപ്പച്ചനിലെ ഒരു സാമ്പത്തികം തന്നെയായിരുന്നു പ്രതികളുടെ കണ്ണ് എന്നുള്ളതാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീടാണ് പ്രതികൾ വലിയൊരു പദ്ധതി തന്നെ മുന്നോട്ട് വെക്കുന്നത്. ഈ പാപ്പച്ചനെ എങ്ങനെയും വകവരുത്തുക, പാപ്പച്ചന്റെ അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും കൈക്കലാക്കുക എന്നുള്ളതായിരുന്നു പ്രതികളുടെ ലക്ഷ്യം. പക്ഷേ ഈ ലക്ഷ്യത്തിലേക്ക് കടക്കാൻ പ്രതികൾ സമീപിച്ച അല്ലെങ്കിൽ ആദ്യ 2 പ്രതികളായ സരിതയും അതുപോലെ തന്നെ ഈ അനൂപും സമീപിച്ച 2 വ്യക്തികൾ, അത് നിരവധി ക്രിമിനൽ കേസുകളിൽ കൊല്ലം സിറ്റിയിൽ തന്നെ നിരവധി ക്രിമിനൽ കേസുകളുള്ള അജിമോനെയാണ്. അജിമോൻ ആദ്യ പലതവണ ഈ പാപ്പച്ചനെ വകവരുത്താൻ ശ്രമം നടത്തി. പക്ഷേ 3 തവണയും ഈ ശ്രമം നടപ്പാക്കാൻ കഴിഞ്ഞില്ല. കാരണം പാപ്പച്ചന്റെ സ്വഭാവ പ്രകൃതി അനുസരിച്ച് പാപ്പച്ചൻ സൈക്കിളിൽ വരുന്നു, ആഹാരം കഴിക്കുന്നു, ആഹാരത്തിന്റെ ഒരു പങ്ക്
ഈ ആശ്രമ മൈതാനത്തുള്ള തെരുവ് നായകൾക്ക് കൊടുക്കുന്നു, തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഇതാണ് പാപ്പച്ചൻ്റെ ഒരു ദിനചര്യ. പക്ഷേ ഈ ദിനചര്യയിൽ പൊടുന്നതിന് മാറ്റം ഉണ്ടായപ്പോൾ പ്രതികളുടെ ഈ പദ്ധതിക്ക് കൂടി വലിയ രീതിയിൽ നടപ്പാക്കാൻ ആദ്യം കഴിഞ്ഞില്ല. ഒടുവിൽ ഈ പ്രതികൾ നേരിട്ട് ഈ കൃത്യം നിർവഹിച്ച പ്രതികൾ ഈ സരിതയടക്കം വിളിച്ചിട്ട് ഇത് നടപ്പാക്കാൻ കഴിയുന്നില്ല, പാപ്പച്ചൻ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ള കാര്യം ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്നാണ് അനൂപ് മുഖാന്തരം പാപ്പച്ചനെ വിളിച്ച് ആശ്രമ മൈതാനത്തേക്ക് പ്രതികൾ വരുത്തുന്നത്. അവിടെ വെച്ചാണ് ഈ കൊലപാതകം നടത്തുകയും ചെയ്യുന്നത്. ആദ്യം പോലീസിന് സംശയം തോന്നാതിരുന്നത് പ്രതികൾ മദ്യലഹരിയിലായിരുന്നു വാഹനം ഓടിച്ചിരുന്നത് എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഈ പോലീസ് ഈ കേസ് വെറുതെ വിട്ടില്ല. ഈ കേസിന്റെ പിറകെ തന്നെ പോലീസ് പോയതാണ്. ഒടുവിൽ ഒരു യഥാർത്ഥ സംഭവം, അത് അപകടമരണമെന്ന് സ്ഥിരീകരിച്ച സ്ഥാനം കൊലപാതകമെന്ന് ഇപ്പോൾ പോലീസിനെ കണ്ടെത്താൻ കഴിയുന്നത്. ആർ അരുൺരാജാണ് കൊല്ലത്തുനിന്ന് വിവരങ്ങളുമായി ചേർന്നത്.